ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലെ ഫഹാഹിൽ എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുവൈറ്റ് സിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹാഹിലാണ് ബിസിനസ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു മെയിൻ കേന്ദ്രം. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫഹാഹിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശമുള്ളത്. ഒരുപാട് മാളുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളും ബിസിനസ്സിന് പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു ഫഹാഹിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ളത്. ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്നിട്ടാണ്. അപ്പോൾ വീക്കെൻഡിലൊക്കെ ഇവിടെ ആ ഒരു കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, ഒരുപാട് ലേബേഴ്സും മറ്റ് ആളുകളൊക്കെ ഇവിടെ വരികയും അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുകയും ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. എനിക്ക് ഏതാണ്ട് ഒരു 15 വർഷത്തോളമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ഈ ഒരു സിറ്റിയുമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ രാത്രിയിലത്തെ കാഴ്ച, ഈ സിറ്റിയിലെ 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷമീർ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫാഹിൽ ബസാർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻ്ററാണിത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഡ്രസ്സ് കടകൾ, പർദ്ദയുടെ ഷോപ്പുകൾ, അതുപോലെ തന്നെ പലതരം ബാഗുകൾ, ഷൂകൾ, ടോയ്സുകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള, തിങ്ങി നിറഞ്ഞുള്ള ഷോപ്പുകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ബസാറാണിത്. ഇവിടെ സാധാരണ ഏറ്റവും കൂടുതൽ വരുന്നത് കുവൈത്തീസാണ്. വിദേശികളും ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ വരാൻ നേരത്ത് ഇവിടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ബസാറാണിത്. ഇപ്പോൾ ആ ബസാറിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചയാണിത്. സാധാരണ ഞാൻ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് ഇവിടുന്ന് ഒരു ഷവർമ കഴിക്കാറുണ്ട്. ഈ ബസാറിനോട് തൊട്ട് ചേർന്നിട്ട് 2 അറബി മത്താമുണ്ട്. ഒന്ന് ഷവർമക്കടയാണ്, പിന്നെ ഒന്ന് ഷവായി ചിക്കൻ കിട്ടുന്ന കടയാണ്. ഈ കാണുന്നത് ഒരു ഷവർമ കിട്ടുന്നൊരു ഷോപ്പാട്ടോ, ഒരു റെസ്റ്റോറൻ്റാണ്. ചെറിയൊരു കടയാട്ടോ. ഇവിടെ ഷവർമ മാത്രമേ ഇവിടെ ഉള്ളൂ, സാൻഡ്വിച്ചും ഷവർമ മാത്രം. ഇപ്പോൾ ഇവർ ഇവിടുന്ന് തന്നെ കുബൂസ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ സാധാരണ ഈ ഫാഹിലിൽ വരുമ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് ഷവർമ മേടിച്ച് കഴിക്കാറ്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് ഇവർ തരുന്നത്. അത്രയ്ക്കും ടേസ്റ്റാണ്. 1/2 ദിനാറാണ് ഇതിൻ്റെ ചാർജ്. ഇതാ നോക്ക്, എത്രത്തോളം ഫില്ല് ചെയ്തിട്ടാണ് അവർ തരുന്നത് നോക്ക്. ഇവിടെ 2 ടൈപ്പ് ഷവർമ ഉണ്ട് കേട്ടോ. ഒന്ന് സ്പൈസി, ഒന്ന് ഹാദി. അപ്പോൾ ഞാൻ പറഞ്ഞ് മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ്. ഇതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടാണ് തരുന്നത് കേട്ടോ. നല്ല ചീസൊക്കെ ഒഴിച്ച് മയോണൈസൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണിത്. ഇതിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു ഷവായി കട കേട്ടോ. ഇവിടെയും ഭയങ്കര തിരക്കാണ്. ഇത് സിറിയക്കാരാണ് ഇത് നടത്തുന്നത്. ഇവിടെ വന്നാലും ഈ ഷവായിക്ക് ഭയങ്കര തിരക്കാണ് ഇവിടെ. കുവൈത്തികളും, അതായത് നമ്മളൊക്കെ വരുമ്പോഴൊക്കെ മിക്കപ്പോഴും ഇവിടുന്ന് ഷവായി കഴിക്കുന്നത്. ഇത് ഫിലാഫിൽ എന്ന് പറയുന്ന ചെറിയൊരു സാധനമാണ്. ഈ അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫാഹിലിൽ തന്നെയുള്ള ചെറിയൊരു തട്ടുകടയിലാണ്. ഈ തട്ടുകട എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു തട്ടുകടയാണ്. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊന്നൊരു കപ്പ ബിരിയാണി കഴിക്കണം. ഞാൻ സാധാരണ ഇവിടെ വന്നിട്ട് കപ്പ ബിരിയാണി മിക്കപ്പോഴും കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നൊരു കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറിയതാണ് ഇവിടെ.
നമ്മുടെ കപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കപ്പ് ബിരിയാണി. നാട്ടിലെ അതേ ടേസ്റ്റിൽ തന്നെ ആയിട്ടുള്ളൊരു കപ്പ് ബിരിയാണിയാണ് ഇവിടെ കിട്ടുന്നത്. എനിക്കിവിടെ ഇഷ്ടപ്പെടാത്ത ഒരു സ്പൂണാണ്. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണിലാണ് ദമ്മം കൊടുക്കുന്നത്. ബാക്കി അറ്റ്മോസ്ഫിയർ സുഖമായിട്ട് നല്ല ഇവിടെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അധികം ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു ചെറിയൊരു തട്ടുകട ഇവിടെ ഉള്ളത്. മെയിനായിട്ടുള്ളത് നാട്ടിലെ ടേസ്റ്റാണ്. പണ്ടത്തെ ഗൾഫ് മാട്ടുണ്ടല്ലോ, ഗൾഫ് മാട്ടിൻ്റെ ആ സൈഡിൽ കൂടെ അകത്തേക്ക് വരുമ്പോഴുള്ള റോഡുണ്ട്, തൊട്ട് ചേർന്നിട്ട് കുറച്ച് അകത്തേക്ക് മാറിയാൽ മതി. അവിടെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഫാഹിലാണ്. ഫാഹിലിൽ ഒരു നല്ല നാടൻ തട്ടുകടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഒരു കപ്പ് ബിരിയാണിയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. നാട്ടിലുള്ള രീതിയിലുള്ള ടേസ്റ്റൊക്കെ ഉള്ള കപ്പ് ബിരിയാണി കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിരുന്നു. സെറ്റപ്പാണ്. ചായ കുടിച്ചിരിക്കുന്നു. ഇനി പോവാണ്. കൂടുതലും നമ്മുടെ മലയാളീസിന് അറിയില്ല ഈ ഒരു തട്ടുകട ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഓൺ കോസ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ചെറിയൊരു അകത്തേക്ക് മാറിയിട്ടാണ് ഈ ഒരു തട്ടുകട ഇവിടെ ഉള്ളത്. മലയാളീസ് വലിയ കുറവാണ്, പക്ഷേ അറിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ നല്ല നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെയാണ് കിട്ടുന്നത്. കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ പൊറോട്ട, ബീഫ് ഒക്കെ നല്ല ഐറ്റംസ് ഫുഡൊക്കെ ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ മലയാളീസ് കുറവാണ്, അധികം ആൾ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഓൺ കോസ്റ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു തട്ടുകട ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും